ഹായ് ഗായ്സ്, പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന സിലോൺ പൊറോട്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വീഡിയോ. മലബാർക്കാർക്ക് കണ്ണുവച്ച പത്തിരിയും മറ്റുള്ളവർക്കെല്ലാം മടക്കി പത്തിരിയും അങ്ങനെയുള്ള പേരുകളിലും ഇതറിയപ്പെടുന്നു. ഇന്നുണ്ടാക്കുന്ന ഈ സിലോൺ പൊറോട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്നും ഉണ്ടാക്കുന്ന പൊറോട്ടയിൽ നിന്നും വ്യത്യസ്തമായി തലേ ദിവസത്തെ ബാക്കിയിരിപ്പുള്ള ചോറ് മാത്രം ഉപയോഗിച്ചാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഒരു കപ്പ് ചോറ്, പാകത്തിന് ഉപ്പ് ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. 1 കപ്പ് ചോറിന് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അരച്ച ചോറ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഈ കുഴച്ചെടുത്ത മാവിൽ ഒരല്പം ഓയിൽ തടവി ഓരോരോ ബോൾസാക്കി മാറ്റിവെക്കുക. ഇനി ബോൾസ് എടുത്ത് പരത്തി വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ സൈഡും ഓയിൽ തടവി മൈദപ്പൊടി വിതറി മടക്കി കൊടുക്കുക. ഓരോ സൈഡിലും ഓയിൽ തടവി മടക്കുന്നതിന് മുമ്പ് തന്നെ പൊടി വിതറുമ്പോൾ ഓരോരോ ലെയറായി പ്രത്യേകം കാണാൻ കഴിയും. അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ മടക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് അടുക്കി വെക്കാം. ഇനി ഈ പൊറോട്ടയിലേക്ക് എളുപ്പത്തിലൊരു കറി കൂടി തയ്യാറാക്കാം. അധികം മസാലപ്പൊടികളൊന്നുമില്ലാതെ അല്പം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, പൊട്ടറ്റോ ഇവയെല്ലാം ചേർത്ത് ചിക്കനിലേക്കിട്ട് കുരുമുളക് പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി മടക്കി വെച്ച മാവെടുത്ത് ഓരോന്നായി പരത്തിയെടുക്കാം. ചുട്ടെടുക്കുന്ന തവയിൽ ഒരല്പം എണ്ണ തൂവി ഓരോന്നായി ചുട്ടെടുക്കാം. ഈ സിലോൺ പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതായി വരില്ല. ഈ പൊറോട്ട നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.